മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായി ബി.ജെ.പി. നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിനെ തെരഞ്ഞെടുത്തു. നിയമസഭാ കക്ഷി യോഗത്തിലാണ് ഫട്നാവിസിനെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് 5-ന് മുംബൈ ആസാദ് മൈതാനത്ത് നടക്കും. വിവരങ്ങളുമായി വൃന്ദ ഗോവിന്ദ് ചേരുന്നു. വൃന്ദ, നിയമസഭാ കക്ഷി യോഗത്തിൽ നടന്ന കാര്യങ്ങൾ, സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഒരുക്കങ്ങൾ. ലിബീഷ്, ഇതൊരു അപ്രതീക്ഷിത വാർത്തയായി നമുക്ക് കാണാനേ സാധിക്കില്ല. കാരണം മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ കേട്ടുവരുന്ന ഒരു പേര് തന്നെയാണ്, ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഒരു പേര് തന്നെയാണ് ദേവേന്ദ്ര ഫട്നാവിസിൻ്റേത്. ഏറ്റവും ഒടുവിൽ വലിയൊരു രാഷ്ട്രീയ നാടകത്തിനൊടുവിൽ മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി നാളെ 5 മണിയോടുകൂടി ചുമതലയേൽക്കും. ആസാദ് മൈതാനിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെയും വിജയ് റൂപാണിയുടെയും നേതൃത്വത്തിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ദേവേന്ദ്ര ഫട്നാവിസിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുന്നത്. കൂടാതെ തന്നെ നാളെ വൈകിട്ട് 5 മണിയോടുകൂടി തന്നെയാണ് ഈ ആസാദ് മൈതാനിയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രിമാരായി 2 പേരും കൂടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തും. അജിത് പവാറും അതോടൊപ്പം തന്നെ ഏക്നാഥ് ഷിൻഡെയുമാണ് ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുക. ഏകദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം 40,000-ഓളം ആളുകൾ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമാകും. VVIPകൾ തുടങ്ങി നിരവധി ആളുകളാണ് ഈ ഒരു സത്യപ്രതിജ്ഞയുടെ ഭാഗമായി ആസാദ് മൈതാനിയിൽ എത്തിച്ചേരുക. കൂടാതെ തന്നെ ഇത് ആദ്യമായിട്ടല്ല ഈ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി അധികാരത്തിലേറുന്നത്. 2014 അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആദ്യ പ്രവേശനം എന്നുള്ളത്. പിന്നീട് 2022 ഒരുപാട് രാഷ്ട്രീയ നാടകത്തിന് ഒടുവിൽ തന്നെ അദ്ദേഹം ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്നു. അതിനുശേഷമാണ് ഈ ഒരു 2024 അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത്. ഈ ഒരു മഹാരാഷ്ട്ര രൂപീകരണത്തിന്റെ തുടക്കം മുതൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ, വലിയ രീതിയിലുള്ള സ്വരച്ചേർച്ചകൾ എല്ലാം ഈ ഒരു സർക്കാർ രൂപീകരണത്തിന് മുന്നാടിയായി ഉണ്ടായിരുന്നു. 132 സീറ്റിൽ വിജയിച്ച ബി.ജെ.പിക്ക് ഇതുവരെയും ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് ആരെ തീരുമാനിക്കാൻ സർക്കാർ രൂപീകരണത്തിന് ആയില്ല എന്നുള്ള ഒരു കാര്യം വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമായി ഉയർന്ന ഒരു സാഹചര്യം നമ്മൾ നേരത്തെയെല്ലാം കണ്ടിരുന്നു. എപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ വന്നപ്പോഴെല്ലാം ഉയർന്നു വന്ന പേരുകളിൽ ഒന്ന് ഏക്നാഥ് ഷിൻഡെയും അതോടൊപ്പം തന്നെ ഈ ദേവേന്ദ്ര ഫട്നാവിസുമാണ്. ഏറ്റവും കൂടുതൽ RSSന്റെ അടക്കം വലിയൊരു പിന്തുണയുള്ള ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി അധികാരത്തിൽ ഏറാൻ പോകുന്നത്. നാളെ ഫട്നാവിസിനെ ഇന്ന് തന്നെ ഗവർണർ CP രാധാകൃഷ്ണനെ കണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കും എന്നുള്ളതും ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒന്നാണ്. മുംബൈയിലെ ആസാദ് മൈതാനിയിൽ നാളെ വൈകിട്ട് 5 മണിയോടുകൂടി ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി അധികാരത്തിലേറും. ദേവേന്ദ്ര ഫട്നാവിസ് നാളെ വൈകിട്ട് 5 മണിക്ക് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വൃന്ദ ഗോവിന്ദ്.